നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഹായ് ഐ ആം മേഘ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് വീണ്ടും വന്നേക്കാണ്. ഇപ്പൊ ആൾക്ക് കുറച്ച് അഹങ്കാരം വന്നിട്ടുണ്ട് കേട്ടോ. വീഡിയോയിൽ വരാനായിട്ട് കാശ് വേണം പോലും. ഭയങ്കര ഡിമാൻഡ് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വീണ്ടും നിങ്ങളോട് മീഷോ ഹോള ഷെയർ ചെയ്യാൻ പോണത്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മീഷോന്റെ ഞാൻ ഇത്തവണ കാറ്റഗറി ആയിട്ടാണ് പർച്ചേസ് ചെയ്തേക്കണം. അപ്പൊ ഫസ്റ്റ് കാറ്റഗറിയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിരുന്നത് ഷർട്ട് ഡ്രസ്സസ്. നിങ്ങൾ കുറെ പേർക്ക് ഇഷ്ടമായി. അതുപോലെ ഇന്നത്തെ കാറ്റഗറി ഞാൻ വെച്ചേക്കണം എന്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ക്ലോത്തിങ് ആയിട്ടുള്ള, വൺ ഓഫ് മൈ ഫേവറേറ്റ് അല്ല മോസ്റ്റ് ഫേവറേറ്റ് തന്നെ പറയാം, ധോത്തി പാൻസ്. ഗായ്സ് എനിക്ക് എന്ത് ഇഷ്ടം പറയുമ്പോൾ ധോത്തി പാൻസ് ഇടാനായിട്ട്. നിങ്ങൾ തന്നെ ഡിസംബർ ജനുവരി സമയത്തുള്ള ഹോൾ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും ധോത്തി പാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്റെ അടുത്തുള്ള ധോത്തി പാൻസിന് പറ്റിയതായിട്ടുള്ള ടോപ്സ് ആയിരുന്നു ഞാൻ പർച്ചേസ് ചെയ്തിരുന്നത്. സോ ഇത്തവണ ഞാൻ വെറും ധോത്തി ആയിട്ടാണ് വന്നേക്കണം. എന്നാൽ ബോറിംഗ് ആയിട്ട് ധോത്തി പാൻസ് മാത്രമല്ല കളക്ട് ചെയ്തേക്കണം. ധോത്തി തന്നെ പല സ്റ്റൈലിലാണ്, പല വിധത്തിലാണ്, ഒന്നിന് മെച്ചം ഒന്നാണ്. എന്തായാലും നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാകും. അപ്പൊ നിങ്ങൾക്ക് മീഷോനെ കുറിച്ച് അറിയാമോ? ഞാൻ പറഞ്ഞു തരട്ടെ. മീഷോ നമ്മുടെ ഇന്ത്യയിലെ നമ്പർ 1 ഏർണിംഗ് ആപ്പ് ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ മാത്രമല്ല കേട്ടോ, ഓൺലൈൻ ബിസിനസ് നടത്താവുന്നതാണ്. നമുക്ക് ഒരു തരത്തിലുള്ള ക്വാളിഫിക്കേഷന്റെ ആവശ്യമില്ല, ആർക്കും ചെയ്യാം, ഒരു റിസ്ക്കും ഇല്ല, ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ല. സോ എങ്ങനെ ഓൺലൈൻ ബിസിനസ് നടത്താം മീഷോയിൽ, അത് ഞാൻ വീഡിയോന്റെ എൻഡിങ്ങിൽ പറയാം. ഇനിയിപ്പോ നിങ്ങൾക്ക് എന്നെ പോലെ മേടിച്ചാൽ മതിയെങ്കിൽ അതെങ്ങനെ മേടിക്കാന്നുള്ളത് ഞാൻ വീഡിയോന്റെ എൻഡിങ്ങിൽ പറയാം. അപ്പൊ മീഷോന്റെ ആപ്പ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് വെച്ചിട്ടാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഓർഡറിൽ തന്നെ 100 rupees ഓഫ് അല്ലെങ്കിൽ 20% ഓഫ് കിട്ടും. അപ്പൊ നേരെ വെക്കാണ്ട് നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ പർച്ചേസ് ആണ് ഈ ഷ്രഗ് ടോപ്പ് ആൻഡ് ധോത്തി പാന്റ് സെറ്റ്. സോ ഇതിന്റെ സെല്ലറുടെ നെയിമാണ് റോയൽ ട്രെൻഡ്സ് എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഞാനത് മീഡിയം സൈസ് ആയിട്ട് മേടിച്ചത്, കാരണം മീഡിയം ആയിരുന്നു അതിന്റെ ആദ്യത്തെ സൈസോ, അത് ഞാൻ മേടിച്ചാൽ മീഡിയം ടു XXL വരെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഈ പാന്റും ഈ ടോപ്പും റയോണിന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ. എന്നാൽ ഈ ഷ്രഗ് പോളിസ്റ്റർ മെറ്റീരിയൽ മോളിൽ ഇടുന്നില്ല, അപ്പൊ പിന്നെ അത്ര പ്രശ്നമൊന്നുമില്ല. ഒന്നും പറയാനില്ല ഗൈസ്. ഈ ഷ്രഗ് കാരണമാണ് എനിക്ക് ഈ ഡ്രസ്സ് മേടിക്കാനായിട്ട് ഇങ്ങനെ തോന്നിച്ചത്. നല്ല ഭംഗിയായിരുന്നു ഇത്. ഇങ്ങനെ എന്ന് വെച്ചാൽ അതിന്റെ മോളിൽ ഇങ്ങനെ ഇത് രണ്ടിന്റെ മോളിൽ ഇങ്ങനെ കിടക്കണതാണ്, നല്ല ഭംഗിയായിരുന്നു. ആൻഡ് ഈ കളർ എന്റെ ഇല്ലേ, ബ്രൗൺ കളറിന്റെ ഡ്രസ്സ് എന്റെ ഇല്ല. അപ്പൊ ഈ കളറിനോട് ഞാൻ അട്രാക്ട് ആയി. അറ്റ് ദ സെയിം ടൈം ഇതിന്റെ സ്റ്റൈൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ പറയാ, ഇന്ത്യൻ ആണ്, അറ്റ് ദ സെയിം ടൈം സ്റ്റൈലിഷ് ആണ്. സോ യെസ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതുപോലെ തന്നെ ഇതിന് ഭംഗി ഇങ്ങനെ കൂട്ടാനായിട്ടുള്ള കാരണം എന്താണെന്ന് അറിയാമോ? നമ്മുടെ ഈ ഷ്രഗ് ഇല്ലേ, ഈ ഷ്രഗുമുള്ള ഈ കഴുത്തുമ്മ വന്നെ ഈ ബെൽറ്റ് പോലത്തെ ആ ഒരു പാറ്റേൺ ട്ടാ, എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇതിന്റെ ഈ കൈമ്മ ബെൽ സ്ലീവ്സ്, അത് കാരണം ആ ഒരു ഓവറോൾ ലുക്ക് നല്ല ഭംഗി. അതുപോലെ തന്നെ ഇങ്ങനത്തെ താഴത്തെ ഭാഗം ഇങ്ങനെ റഫിൾ ആയിട്ടുണ്ട്, ഫുൾ ഇങ്ങനെ ഷ്രഗിന്റെ ഏറ്റവും അടിഭാഗം ഇങ്ങനെ റഫിൾ ആയിട്ട് ആൻഡ് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള ഒരു സംഭവമാണ്. എന്നുവെച്ചാൽ മുമ്പിന്ന് ഇങ്ങനെ പൊങ്ങിയിരിക്കും ഷ്രഗ് ആൻഡ് പുറകേന്ന് ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയെ കാണാനായിട്ട് ഇടാൻ കംഫർട്ടബിൾ ആണ്, പറയേണ്ട ആവശ്യമില്ല. റയോൺ ആണല്ലോ, പിന്നെ കംഫർട്ടിന്റെ ഒരു സംഭവം ഉണ്ടാവില്ല. ആൻഡ് ടോപ്പ് എനിക്ക് കമ്പാരിറ്റീവ്ലി ലൂസ് ആണ്, പക്ഷെ കുഴപ്പമില്ല. ഷ്രഗ് മുകളിൽ നിന്ന് ഇടുമ്പോൾ ഷ്രഗും ലൂസ് ടോപ്പും ലൂസ്, അതിന് അത്രയും വ്യത്യാസമൊന്നും അറിയില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഈ ടോപ്പില്ല, അത് സ്ലീവ്ലെസ് ആണ് കേട്ടോ. പക്ഷെ ഷ്രഗ് ഇല്ലാണ്ട് നിങ്ങൾക്ക് ഇപ്പൊ സ്ലീവ്ലെസ് ഇടാൻ കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾ ഇത് വെറും ഇട്ടാലില്ലേ, നമ്മുടെ വെറുമല്ല ഈ ധോത്തി പാന്റിന്റെ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്. ഇത് സ്ലീവ്ലെസ് ആണെങ്കിൽ ബ്രോഡ് സ്ലീവ്സ് ആൻഡ് നല്ല രസമുണ്ട്, ഒരു നല്ലൊരു ലുക്കാണ് ഇത് കാണാനായിട്ട്. ബട്ട് നമുക്ക് കംഫർട്ടബിൾ തോന്നാത്ത എന്നെ പോലത്തെ ആൾക്കാർക്ക് ഷ്രഗ് ഇടാം. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മുടെ ചോയ്സ് ആണ്. ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷ്രഗ് ഇതല്ലായിരുന്നു, ആക്ച്വലി ഒരു ഗ്രേ കളറിന്റെ ആയിരുന്നു കേട്ടോ ഞാൻ ഫോട്ടോ നോക്കുമ്പോ. പക്ഷെ എനിക്ക് വന്നത് ഈ ഒരു എന്താ പറയാ, കാപ്പി ഉണ്ടായി കഴിഞ്ഞിട്ട് മുകളിൽ തന്നെ ആ പതയുടെ നിറവില്ല, അതുപോലത്തെ ഒരു നിറമായിട്ട് എനിക്ക് കിട്ടിയത്. പക്ഷെ എനിക്ക് കുഴപ്പമില്ല കേട്ടോ. ആക്ച്വലി ഇതാണ് ഒന്നും കൂടെ എനിക്ക് ഇതിന്റെ ഒപ്പം മാച്ചിങ് ആയിട്ട് തോന്നുന്നത്. ഇതുമുള്ള ബ്രൗൺ വരെയും എല്ലാം കൊണ്ട് എനിക്ക് ഇതാണ് ഒന്നും കൂടെ മാച്ചിങ് ആയിട്ട് തോന്നിയത് ഗ്രേനെക്കാട്ടും. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യം എനിക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ വയ്യായിരുന്നു, അതുകൊണ്ടാണ്. സോ ഇതിന്റെ റേറ്റ് ആണ് 751. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പർച്ചേസ് ആണ് ഈ മൾട്ടി കളർ ധോത്തി ആൻഡ് ഈ മസ്റ്റർഡ് യെല്ലോ കളർ കുർത്ത സെറ്റ്. ഇതിന്റെ സെല്ലറിന്റെ നെയിമാണ് പോയിന്റ് ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട്. ഇതിനകത്ത് ഞാൻ സ്മോൾ സൈസ് ആണ് മേടിച്ചത്. സ്മോൾ മുതൽ XXL വരെ അവൈലബിൾ ആണ്. മറ്റീരിയൽ റയോൺ, അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല. മിക്ക മറ്റീരിയൽ റയോൺ തന്നെ കിട്ടുക, കാരണം അത് കംഫർട്ടബിൾ ആണ്. അത് നോക്കി തന്നെ മേടിക്കണം, നല്ലതാണ്. സോ യെസ്, അപ്പോ ഇതിനകത്ത് എനിക്ക് കൂടുതൽ അട്രാക്ഷൻ ആയിട്ട് തോന്നിയത് ഈ സ്കാർഫാണ് ട്ടോ. ഇതാ കഴുത്തുമ്പോ ചുറ്റി ഇട്ടപ്പോഴാണ് ആ ഒരു ഭംഗി, സത്യം പറഞ്ഞാൽ ഓവറോൾ ലുക്ക് ആ ഭംഗി വന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ സ്കാർഫിന്റെയും ഈ പാന്റിന്റെയും ഈ എന്താ മൾട്ടി കളർ ആയിട്ടുള്ള ഈ സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു തരം വളിപ്പൻ മൾട്ടി കളർ അല്ല കേട്ടോ, എന്ന് വെച്ചാൽ ഒരു ഭംഗിയും വൃത്തിയും നല്ലൊരു രസമുള്ളതായിട്ടുള്ളൊരു മൾട്ടി കളറാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്.
പിന്നെ എന്താണ് വേറെ ഒന്നുമില്ല, ഇത് രണ്ടും കൂടെ സെയിം കളറാണ് ഒബിയസ്ലി, അത് കാരണം ആ ഭംഗി. ഇന്നത്തെ വേറെ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ, പക്ഷെ എനിക്ക് ഇതായിരുന്നു ഇഷ്ടപ്പെട്ടത് ഏറ്റവും കൂടുതൽ. ഈ പാന്റ് കാരണമാണ് ഞാൻ ഇത് മേടിച്ചത് തന്നെ. സോ യെസ്, അപ്പൊ ഇത് രണ്ടിന്റെ ഈ കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. വേറെ ഉണ്ടായിരുന്നു റെഡും ബ്ലൂവും, നിങ്ങളൊന്ന് പോയി നോക്കി നോക്കണം, നിങ്ങൾക്ക് ചിലപ്പോൾ അതും ഇഷ്ടപ്പെടാം. പക്ഷെ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടത്. സോ യെസ്, അപ്പൊ എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെടാണ്ടിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോപ്പ് ഇല്ലേ, അതുമ്പോ ഉള്ള ഈ കഴുത്തിന്റെയും കൈയിന്റെ അവിടെയുള്ള ഈ ഗോട്ടാപ്പട്ടി വർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, ആക്ച്വലി എനിക്ക് കാണാൻ നല്ല ഭംഗി, അത് ഇടുമ്പോൾ നല്ല രസമാണ്, നല്ലൊരു എന്താ പറയാ വെഡിങ് ഫംഗ്ഷൻ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളതാണ്. പക്ഷെ ഇങ്ങനെ കുത്തിക്കൊള്ളും, അതായത് എങ്ങനെ നമ്മളിങ്ങനെ കംഫർട്ടബിൾ ഇപ്പൊ വെഡിങ്ങിൽ പോവുകയാണെങ്കിൽ തന്നെ ഫുഡ് കഴിക്കാനായിട്ടുള്ളതാണ് നമ്മൾ ആക്രാന്തം. അപ്പൊ ഫുഡ് നമുക്ക് സാധാരണയായിട്ട് കഴിക്കാൻ പറ്റില്ലെങ്കിൽ നോ യൂസ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ഗോട്ടാപ്പട്ടി മിക്കവരും ഇതിനകത്ത് റിമൂവ് ചെയ്യും. വലിയ പാടൊന്നുമില്ല, ഇവിടെ പൈപ്പിംഗ് ഉണ്ട്, കാരണം മ്ലാന്ന് ഒന്നും ഇല്ലാത്ത രീതിയിലൊന്നും കിടക്കില്ല, എന്നാലും പൈപ്പിംഗ് ഉള്ളതുകൊണ്ട് ഭംഗിയുണ്ടാവും. സോ ഗോട്ടാപ്പട്ടി ഇപ്പൊ റിമൂവ് ചെയ്താലും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിലും ഈ ഭാഗം കാണാനും പറ്റില്ല, സ്കാർഫ് വെച്ച് മൂടണമുണ്ട്. സോ യെസ്, അപ്പൊ അങ്ങനെയാണ് സംഭവം. ഓക്കെ, അപ്പൊ ഇതിന്റെ റേറ്റ് ആണ് 675. ഓക്കെ, നെക്സ്റ്റ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പർച്ചേസ് ആട്ടെ, അതാണ് ഈ ധോത്തി സാരി. ഒന്നും പറയാനില്ല, ഇതിനെ കുറിച്ച് ഞാൻ പറയാം. സോ യെസ്, അപ്പൊ ഇതിന്റെ സെല്ലറുടെ നെയിമാണ് ജനസ്യ എന്ന് പറഞ്ഞിട്ട്, ഞാൻ അത് സ്മോൾ സൈസ് ആയിട്ട് മേടിച്ചത്. എക്സ്ട്രാ സ്മോൾ മുതൽ XXL വരെ അവൈലബിൾ ആ ഗൈസ്. പിന്നെ ഇതിന്റെ ഈ ടോപ്പ് ഇല്ലേ, അതാണ് കോട്ടൺ മെറ്റീരിയലിന്റെ, ആൻഡ് ഇത് റയോൺ മെറ്റീരിയലിന്റെ ആട്ടോ. ഒന്നും പറയാനില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് എന്റെ ഫേവറേറ്റ് മാത്രമല്ല, മമ്മിയുടെയും ഫേവറേറ്റ് ആട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നോക്കി വെച്ചേക്കാണ് വേണമെന്നായിട്ട്. മമ്മിക്ക് ഇത് ഞാൻ ഇട്ടപ്പോ മമ്മിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതായിരുന്നു. ഒരു സൂപ്പർ അടിപൊളിയായിട്ടുള്ള സംഭവം ഗൈസ്, ഒന്നും പറയാനില്ല. കാരണം എനിക്ക് ഇതുപോലത്തെ ഒരു സംഭവം കുറെ നാളായിട്ട് വേണമായിരുന്നു. ഞാനൊരു ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ മുതലേ ഞാൻ ചില സീരിയലും സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ജീൻസിന്റെ ഒപ്പം ഞാൻ സാരി ഉടുക്കണതും അങ്ങനത്തെയൊക്കെ ആയിട്ട്. സോ ഇത് കണ്ടപ്പോൾ എനിക്ക് അതാ ഓർമ്മ വന്നത്. ഇത് ഞാൻ അപ്പൊ തന്നെ ഓർഡർ ചെയ്തു, ഞാൻ വേറെ ഒന്നും നോക്കിയില്ല. ആക്ച്വലി ഞാൻ വിചാരിച്ചിരുന്ന സെല്ലറുടെ അടുത്ത് എനിക്ക് കിട്ടിയില്ല, വേറെ സെല്ലറുടെ അടുത്ത് എനിക്ക് കിട്ടിയത്. കാരണം ആ സെല്ലറുടെ അടുത്ത് മേടിക്കാൻ പോയപ്പോൾ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയപ്പോൾ ഞാൻ വേറെ സെല്ലറുടെ അടുത്ത് മേടിച്ചത് കേട്ടാ. ഒന്നും പറയാനില്ല ഗൈസ്. ഇപ്പൊ എന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ കുറെ പേർക്ക് ഉണ്ടാവും ഇങ്ങനെ സാരി ഉടുക്കാൻ അറിഞ്ഞൂടാ, അല്ലെങ്കിൽ സാരി ഉടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഇൻഡോ വെസ്റ്റേൺ ആയിട്ടുള്ള ഒരു സ്റ്റൈൽ വേണമെന്നുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല, ഇതിനോട് വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഇതുവരെ ഞാൻ ചെയ്തേക്കണം മീഷോ ഹോൾസിൽ എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പർച്ചേസ് ഇതാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ആരെങ്കിലും ഈ കൊറോണനെ ഓടിച്ചിട്ട് കല്യാണത്തിനൊക്കെ ഒന്ന് വിളിക്കോ, എന്നിട്ട് വേണം എനിക്ക് ഇതിടാനായിട്ട്. ഒരു അടിപൊളി സംഭവം ഗൈസ്. ഒന്നും പറയില്ല, നല്ല കംഫർട്ടബിൾ ആ, പറയേണ്ട ആവശ്യമില്ല. സൂപ്പർ സൂപ്പർ സ്റ്റൈലിഷ്, ആർക്കും ഇടാം. ഫെയർവെല്ലിനായാലും കല്യാണത്തിനായാലും എന്തിനായാലും ഒക്കെ അപ്രോപ്രിയേറ്റ്, സ്റ്റൈലിഷും ഒക്കെ കൊണ്ടും അടിപൊളിയായിട്ടൊരു സംഭവം. എത്ര വാക്കുകൾ പറഞ്ഞാൽ ഇതിന് കുറഞ്ഞു പോകും. സോ യെസ്, അപ്പൊ ഇതിന് ഈ പാന്റ് എന്ന് പറഞ്ഞാൽ ധോത്തി പാന്റ് എന്ന് പറഞ്ഞില്ലേ, സ്കേർട്ട് കം ധോത്തിയാണ്. സ്കേർട്ട് പോലെ ഇരിക്കും കാണുമ്പോ, എന്നാൽ താഴത്തെ നമ്മുടെ സ്കേർട്ടിനെ പോലെ അല്ല, സ്കേർട്ടിനെ പോലെ ഓട്ടയില്ല. ഇതുമ്മ കണ്ട ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും കാലിടാനുള്ള ഓട്ട മാത്രമേ ഉള്ളൂ. സോ യെസ്, അപ്പൊ അങ്ങനത്തെ ആണ് സ്കേർട്ടാണെന്ന് വിചാരിക്കും. ഞാൻ ഇത് വന്നപ്പോ ഒരു ദൈവം ഇങ്ങനെ താഴത്ത് ഓട്ട ഇടാൻ മറന്നുപോയോന്നായിട്ട്, തയ്യൽ അങ്ങോട്ട് അടിച്ചോന്നായിട്ട്. പക്ഷെ അതല്ല, അപ്പം കറക്റ്റ് ആയിരുന്നു. സോ യെസ്, അപ്പൊ ഇതിന്റെ രണ്ട് സെല്ലർ ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഒരു സെല്ലർ ഇതിനെ വിൽക്കണത് 1044 റുപ്പീസിനാണ്, രണ്ടാമത്തെ സെല്ലർ വിൽക്കണത് 834 റുപ്പീസിന്. നെക്സ്റ്റ് പർച്ചേസ് ആണ് ഈ ഷർട്ട് അനാർക്കലി കുർത്ത വിത്ത് ധോത്തി പാന്റ്. ഇതിന്റെ സെല്ലറിന്റെ നെയിമാണ് PVR എത്നിക് സെന്റർ എന്ന് പറഞ്ഞിട്ട്. ഞാനത് മീഡിയം സൈസ് ആയിട്ടാണ് മേടിച്ചത്. മീഡിയം തന്നെ എനിക്ക് ലോഹ പോലെയാണ്. ഞാൻ ഇവിടെ ഇട്ട് കാണിക്കുന്നത് പുറകിൽ ക്ലിപ്പ് കുത്തിക്കൊണ്ടാട്ടെ. സോ യെസ്, അപ്പൊ ഇതെനിക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. ഇവിടെ മാത്രമല്ല, എനിക്ക് കൈയും കൂടെ സ്റ്റിച്ച് ചെയ്യാനുണ്ട്. സോ യെസ്, അപ്പൊ ഇതും ഇങ്ങനെ വേസ്റ്റ് ഇങ്ങനെ കെട്ടാനുള്ളത് ഉണ്ട് കേട്ടാ. പക്ഷെ എന്നാലും അത് വേസ്റ്റ് ലൈനിൽ മാത്രമേ ആ ഒരു ഫിറ്റിംഗ് വന്നോളൂ. കൈയും പിന്നെ ഈ ഭാഗമൊക്കെ ഇങ്ങനെ ലൂസ് ആയിട്ടിരിക്കുമ്പോൾ ബോറാ. അപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ സൈസ് ആക്കി മാറ്റുന്നതാണ്. അപ്പൊ മീഡിയം മുതൽ XL വരെ അവൈലബിൾ ആണ്. കൂടുതൽ സൈസ് വേരിയേഷൻ ഇല്ല. XL വരെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ലൂസ് തന്നെയാണ്, കാരണം ഇത് മീഡിയം തന്നെ അത്യാവശ്യം എനിക്ക് ലൂസ് ആണ് കേട്ടോ. സോ യെസ്, അപ്പൊ അതുപോലെ അപ്പൊ ഇതിന്റെ മെറ്റീരിയൽ റയോൺ മെറ്റീരിയൽ, തൊട്ട് തന്നെ പറഞ്ഞ പോലെ ഞാൻ ഇതിനെ നോക്കാൻ പോണത്. യെസ്, അപ്പൊ ഇത് റയോൺ മെറ്റീരിയൽ ആണ് കേട്ടോ. ഇത് ആക്ച്വലി നമ്മുടെ ഈ വീഡിയോ ചെയ്യാനായിട്ടില്ല, ധോത്തിയുടെ വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ ധോത്തി എന്നുള്ള കാറ്റഗറി തപ്പാൻ പോയപ്പോ തന്നെ എനിക്ക് ഏറ്റവും അധികം കിട്ടിയത് ഇതാണ്. ഇതല്ല കളർ കിട്ടിയത്, വേറെ കളേഴ്സ് അവൈലബിൾ ആണ്. പക്ഷെ എനിക്ക് ഈ കളറിനോട് ഇഷ്ടം തോന്നിയത്, റിവ്യൂലൊക്കെ കാണുമ്പോഴും എനിക്ക് ഈ കളറാണ് ഇഷ്ടപ്പെട്ടത്. സോ യെസ്, അപ്പൊ ഒരു അടിപൊളി കളർ എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. വേറെ കുറെ കളേഴ്സ് ഉണ്ട് കേട്ടോ. എനിക്ക് ബ്ലാക്കിനോട് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ മമ്മി പറഞ്ഞ് ബ്ലാക്ക് ആകുമ്പോൾ ചൂടെടുക്കും, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. പക്ഷെ ബ്ലാക്ക് നല്ല ഭംഗിയാ, നോക്കട്ടെ. ഫ്യൂച്ചറിൽ ഞാൻ മിക്കതും ബ്ലാക്ക് മേടിക്കണതാണ്. ബ്ലാക്ക്, ബ്ലൂ, റെഡ്, പിങ്ക്, ഓറഞ്ച്, കുറെ കളേഴ്സ് ഉണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ നിങ്ങൾ മേടിച്ചു. അടിപൊളി പീസാണ് കേട്ടോ. കല്യാണത്തിനൊക്കെ ഇടാനായിട്ട് നല്ല ഭംഗിയാണ്. പിന്നെ ഈ ധോത്തി പാന്റിന്റെ ഒപ്പം ഈ കുർത്തി, ഷോർട്ട് കുർത്തിയാണ്. ഷോർട്ട് എന്ന് പറഞ്ഞാൽ എനിക്കൊരു നീ ലെങ്ത് വരെ വരുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല ഹൈറ്റ് ഉണ്ടെങ്കിൽ അതിനെക്കാട്ടും കുറച്ച് കയറിയിരിക്കും. അപ്പൊ അങ്ങനെ ഷോർട്ട് കുർത്തി ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് എലോങ്കേറ്റഡ് ലുക്ക്, നമുക്ക് ഹൈറ്റ് ഉണ്ടെന്നായിട്ട് ഇങ്ങനെ തോന്നിപ്പിക്കണായിട്ടുള്ളൊരു ലുക്ക് വരേണ്ടതാണ്. സോ യെസ്, അപ്പൊ അടിപൊളി പീസ് കാണാൻ നല്ല രസം. പക്ഷെ ഒരു സംഭവം ഉണ്ട്,
ഈ ഗോൾഡൻ ഈ സംഭവം പോവാനായിട്ട് സാധ്യത നമ്മൾ കുറെ അങ്ങോട്ട് കഴുകുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മുക്കി പിഴിഞ്ഞ് ഇടുന്നതിന് അത്ര പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തിരിച്ച് ഇതുപോലത്തെ രൂപത്തിൽ എന്തായാലും കിട്ടൂല. ശരിയാ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. കാണാൻ നല്ല ഭംഗിയാണല്ലേ. നമ്മൾ ജസ്റ്റ് കഴുകണ കാര്യത്തിലൊക്കെ കുറച്ച് നോക്കിയാൽ മതി. കാരണം ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നോക്കട്ടെ, കിള്ളി നോക്കട്ടെ. പോണൊന്നുമില്ല കേട്ടാ, കിള്ളുമ്പോ പോണൊന്നുമില്ല. സാധാരണ ബാക്കിയൊക്കെ വെച്ച് ഇങ്ങനെ കിള്ളുമ്പോ തന്നെ ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു പോരും. പക്ഷെ ഇതങ്ങനെ പ്രശ്നമില്ല. അപ്പൊ ലൈറ്റ് ഹാൻഡ് ആയിട്ട് ഇങ്ങനെ കഴുകിയാൽ മതി, നമുക്ക് അത്ര പ്രശ്നമൊന്നും ഉണ്ടാവില്ല. സോ യെസ്, അപ്പൊ ഇതിന്റെ റേറ്റ് ആണ് 496. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പർച്ചേസ് ആണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റ് ആയിട്ടുള്ള ഈ ധോത്തി ഇട്ട. ഇത് മാത്രമേ ഞാൻ ആസ് എ ധോത്തി മാത്രമായിട്ട് മേടിച്ചത്. വേറെ കുറെ ഉണ്ടായിരുന്നു ഇങ്ങനെ ടോപ്പ് ആൻഡ് ബോട്ടം ആയിട്ട്. പക്ഷെ എനിക്ക് ഇത് ഒരെണ്ണം വേണമായിരുന്നു. കാരണം ഞാൻ പറയാം. സോ ഇതിന്റെ സെല്ലറിന്റെ നെയിമാണ് ഗുൽമോഹർ. ഞാൻ അത് 30 സൈസാണ് മേടിച്ചത്. എനിക്ക് പെർഫെക്റ്റ് ആണ് കേട്ടോ. സോ യെസ്, അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ കെട്ടണതും ഉണ്ട്. ഇപ്പൊ നമുക്ക് ലൂസ് ആണെങ്കിൽ തന്നെ നമുക്ക് ഇങ്ങനെ കെട്ടാനും ഉണ്ട്. സോ ഇത് ഇലാസ്റ്റിക് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ആൻഡ് ഇത് റയോൺ മെറ്റീരിയൽ ആണ്. ഇത് ആക്ച്വലി ഞാൻ മേടിച്ചത് എന്താന്ന് ചോദിച്ചാലേ, എനിക്ക് ഇങ്ങനെ ഒരെണ്ണം വേണമായിരുന്നു എല്ലാം ടോപ്പിന്റെയും കൂടെ പോകണനുസരിച്ച്. അപ്പൊ ഇതായാലും ഞാൻ രണ്ടാമത്തെ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചിരുന്നില്ല, ഒരു മൾട്ടി കളർ ആയിട്ടുള്ള ധോത്തി മസ്റ്റർഡ് യെല്ലോ ടോപ്പ്. അപ്പൊ മസ്റ്റർഡ് യെല്ലോ ടോപ്പ് മാറ്റിയിട്ട് ആ മൾട്ടി കളറിന്റെ കൂടെ എനിക്ക് വേറെ ടോപ്സ് ഇടാം. അപ്പൊ ഈ രണ്ടൊരു ധോത്തി ഉണ്ടെങ്കിൽ എനിക്ക് ഏത് ടോപ്പിന്റെ കൂടെ വിയർ ചെയ്യാം. അതുകൊണ്ട് അപ്പൊ ബ്ലാക്ക് ഞാൻ മേടിക്കാൻ പോയില്ല, കാരണം ബ്ലാക്ക് എന്റെ അടുത്ത് ഓൾറെഡി ഉണ്ട് ധോത്തി. സോ എനിക്ക് ഇതുപോലത്തെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് വേറെ കളേഴ്സും ഉണ്ട് കേട്ടോ, പിങ്കും റെഡും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം എന്തിന്റെയും കൂടെ പോകും. ഇതിന്റെ പാറ്റേൺ കുറച്ച് ഡിഫറെന്റ് ആണ്. നമ്മൾ ഇതുവരെ കണ്ടക്കണം ധോത്തിയെ പോലെ അല്ല. ഇത് ഇങ്ങനെ ആയിട്ടില്ലേ, ഇതുമേ കണ്ട ഇങ്ങനെ രണ്ട് കാലുമേ ഇങ്ങനെ ഉണ്ട്, ഈ അമ്പലത്തിലെ പണ്ഡിതന്മാരെ പോലത്തെ. നല്ലൊരു ഭംഗി, എനിക്ക് ഭയങ്കര ഇഷ്ടം. നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിഞ്ഞൂടാ. എന്ന് വെച്ചാൽ അകത്തത്തെ ഈ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വെർട്ടിക്കൽ അല്ല, ഇത് ഹോറിസോണ്ടൽ അല്ല, ഹോറിസോണ്ടൽ ആയിട്ട് ആൻഡ് പുറത്തുനിന്ന് ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ടുള്ളതാണ്. നല്ല രസം കാണാനായിട്ട്, വേറെ ഒന്നും പറയാനില്ല. ഇങ്ങനെ ബേസിക് ആയിട്ട് എല്ലാത്തിനും കൂടെ ഇടാലോ എന്ന് വിചാരിച്ചിട്ടാണ്. നല്ല കംഫർട്ടബിൾ, ഞാൻ ലൂസി ആയിട്ടുള്ള ഫിറ്റ് ആണ്. ഇതിന്റെ റേറ്റ് ആണ് 531. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് കാണിച്ചപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഇയറിംഗ്സ് ഒക്കെ കാണാൻ പറ്റിയില്ലേ? അതിൽ ഒന്നായിരുന്നു ഇതിട്ട. ഇതാണ് ഓം ത്രിശൂലിന്റെ ഈ ഇയറിംഗ് ഗായ്സ്. ഇതിന്റെ സെല്ലറുടെ നെയിമാണ് സ്പാർക്കൽ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ശിവനെയാണ് ഓർമ്മ വരുന്നത്. ഞാൻ വലിയൊരു ശിവഭക്തയാണ്. സോ ഇത് എനിക്ക് എന്തായാലും മേടിച്ചേ പറ്റുമായിരുന്നു. എന്ത് ഭംഗിയാല കാണാനായിട്ട്. ആൻഡ് ഇതിന്റെ കൂടുതൽ ഭംഗി വരുത്താൻ കാരണം എന്താ വെച്ചാൽ ഇതിന് ഈ സിൽവറും ഗോൾഡും രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള കളറാട്ടോ. ബ്യൂട്ടിഫുൾ. ആൻഡ് എന്റെ മുഖത്തില്ലേ ഇങ്ങനെ ചൂന്ന് പറഞ്ഞിട്ട് ചീനാവണം അതുപോലത്തെ ഇയറിംഗ്സ് കാണാൻ നല്ല ഭംഗി. ഇങ്ങനെ ചൂവായിട്ട് വന്നിട്ട് ഇങ്ങനെ എന്ന് വെച്ചാൽ ഇങ്ങനെ എന്താ പറയാ, തിന്നായിട്ട് ഇങ്ങനെ നേരോ ആയിട്ട് വന്നിട്ട് ഇങ്ങനെ വൈഡ് ആവണ ഇയറിംഗ്സ് എനിക്ക് കാണാൻ ഭംഗിയാണ്. എന്നാൽ ജിമ്മിക്ക് എന്റെ മുഖത്ത് ഒരു ഭാഗയ്ക്ക് കൊള്ളൂല. സോ ഇതുപോലത്തെ ഫ്ലാറ്റ് ആയിട്ട് വെച്ചാൽ ചെറുതായിട്ട് ഇങ്ങനെ വന്നിട്ട് ഫ്ലാറ്റ് ആവണം അതുപോലത്തെ ഇയറിംഗ്സ് എനിക്ക് എന്റെ മുഖത്ത് കാണാൻ നല്ല ഭംഗിയാണ്. ഈ ചക്ക മുഖത്ത് അങ്ങനെ എല്ലാ ഇയറിംഗ്സും സൂട്ട് ആവണതല്ല. സോ യെസ്, അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതായിരുന്നു കേട്ടോ. ഇയറിംഗ്സും നല്ല രസം കാണാനായിട്ട്. ഇതിന്റെ റേറ്റ് ജസ്റ്റ് 160. നെക്സ്റ്റ് ഐറ്റം അഗൈൻ സ്പാർക്കൽ സിസ്റ്റർ എന്ന് പറഞ്ഞ സെല്ലേഴ്സിന്റെ ഈ കമലാണ്. എന്ത് രസമായി കാണാനായിട്ട്. ആക്ച്വലി മീഷോയിൽ ഇയറിംഗ്സിന്റെ ഒക്കെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളി ഗംഭീരമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. സോ എനിക്ക് ആക്രാന്തം കൂട്ടിയിട്ട് ഞാൻ കുറച്ച് കളക്ട് ചെയ്തിട്ടുണ്ട്. അതിനൊന്നും ഇതായിരുന്നു. എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാ ഗൈസ്. എന്ത് രസമാണല്ലേ കാണാനായിട്ട്. ആൻഡ് ഇത് എനിക്ക് തോന്നുന്നു പുതിയതായിട്ട് മീഷോയിൽ വന്നേക്കണം. കാരണം മിക്കതും ബാക്കിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് മീഷോയിൽ, പക്ഷെ ഇത് പുതിയതായിട്ട് വന്നത്. സോ ഇത് ഞാൻ ഉടനെ മേടിച്ചിട്ടാ. നല്ല ഭംഗിയാ കാണാനായിട്ട്. നല്ല കുന്തൻ വർക്ക് ഉണ്ട് ഇതുമ്മ. ബ്യൂട്ടിഫുൾ പീസാണ്. ഞാൻ ഇങ്ങനെ ഏറ്റവും അവസാനം വന്നിട്ട് ഇങ്ങനെ മണി പോലെ കിടക്കണം. എന്ത് രസമാണ് കാണാനായിട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവമായിട്ടാണ്. ഇത് കുറച്ച് ഹെവി ആണ് കേട്ടോ കാതും ഇടാനായിട്ട്. സോ ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ പുറകലത്തെ സ്റ്റഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് കുറച്ചിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വെച്ചേക്കണം. ഭയങ്കര ഹെവിയാണ്. ഭയങ്കര ഹെവി അല്ല, എന്നാലും ചെവിയുമ്പോൾ ഹെവിയാണ്. ആദ്യം നമ്മൾ ഇടുമ്പോൾ അത്യാവശ്യം ഹെവി തോന്നും, പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെ ഫീൽ ആവണില്ല ഹെവി ആണെന്നായിട്ട്. പക്ഷേ യെസ്, അപ്പൊ ഹെവിയാണ് ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം. എന്നാൽ കാണാൻ എന്ത് ഭംഗിയാണല്ലേ ഇത്. സൂപ്പർ. സോ ഇതിന്റെ റേറ്റ് ആണ് 196. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം അഗൈൻ ഒരു ഇയറിംഗ് ആണ്. സോ ഇതിന്റെ സെല്ലറുടെ നെയിം പാരീസ് ജവൽ എന്ന് പറഞ്ഞിട്ടാണ്. ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇയറിംഗ് ആണ് ഗൈസ്. ഇതിനകത്തും അഗൈൻ ഇങ്ങനെ ഗോൾഡ് ആൻഡ് സിൽവർ ആയിട്ടുള്ള സംഭവമാണ്. ഗോൾഡ് സിൽവർ ആയിട്ടുള്ളതല്ല, വെച്ച് കഴിഞ്ഞാൽ ഓക്സിഡൈസ് ഗോൾഡ് ആൻഡ് ഓക്സിഡൈസ് സിൽവർ, അത് രണ്ടിന്റെയും കൂടെ മിക്സ് ആയിട്ടുള്ള കളറായിട്ട്. ഇത് ഞാൻ കുറെ നാട്ടിൽ മീഷോയിൽ കാണുന്നുണ്ട്, പക്ഷെ ഞാൻ ഇപ്പോഴാണ് ഫൈനലി മേടിച്ചത്. ബ്യൂട്ടിഫുൾ പീസ്. എന്ത് രസമാണല്ലേ കാണാനായിട്ട്. ആൻഡ് ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിന് അത്ര വെയിറ്റ് ഒന്നുമില്ല. ഇത് ഭയങ്കര വെയിറ്റ് ഒന്നുമില്ല, പക്ഷെ എന്നാലും ഇച്ചിരി പൊടിക്ക് വെയിറ്റ് ഉണ്ട്. പക്ഷെ ഇത് ഒട്ടും വെയിറ്റ് ഇല്ല, കാണാൻ മാത്രം വലുതാന്നുള്ളൂ. ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ. യെസ്, അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് വന്നപ്പം ഇവിടെ എങ്ങാണ്ടോ ഇവിടത്തെ ഈ സാധനം ഇല്ലേ കൊളുത്ത്, അത് വിട്ട് കിടക്കായിരുന്നു. സോ അതില്ല. അപ്പൊ ഞാൻ എന്റേന്ന് ഏതോ ഒരു മാല ഉണ്ടായിരുന്നു പഴയത്, അതിന്റെ ആ കൊളുത്തെടുത്തിട്ടാണ് ഞാൻ ഇത് ഫിക്സ് ആക്കിയത്. എന്ത് രസമാണ് കാണാനായിട്ട്. ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. സോ ഇതിന്റെ റേറ്റ് ഉണ്ട് 195. ആൻഡ് ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് പർച്ചേസ്. ഇനി നിങ്ങൾ ഓടിപ്പോയിട്ട് കണ്ടോളൂ മീഷോ നമുക്ക് എങ്ങനെ ഓൺലൈൻ ബിസിനസ് ചെയ്യാമെന്ന്, പിന്നെ മീഷോ എന്നെ പോലെ ഇങ്ങനെ വാരി ഇങ്ങനെ കൂട്ടാവുന്നു.
ഓക്കെ, അപ്പൊ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഏറ്റവും ആദ്യം മീഷോനെ ഇൻസ്റ്റാൾ ചെയ്യുക ആൻഡ് ദെൻ ഓപ്പൺ ചെയ്യുക. അപ്പൊ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മീഷോന്റെ ആദ്യത്തെ പേജിൽ തന്നെ താഴത്ത് കാറ്റഗറീസ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടാവും. അതുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മീഷോയിൽ അവൈലബിൾ ആയിട്ടുള്ള സകല കാറ്റഗറീസും കാണാൻ കിട്ടും. ഫോർ എക്സാമ്പിൾ കുർത്ത സെറ്റ്സ്, സാരീസ്, ടോപ്പ് വിയർ, ബോട്ടം വിയർ, മെൻസ് വിയർ, ആക്സസറീസ് ആൻഡ് ഹോം ഡെക്കോർ. അപ്പൊ ഇതൊക്കെ അതിനകത്ത് അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്താണോ ഇഷ്ടം നമ്മൾ പോയിട്ട് സെലക്ട് ചെയ്യുക. ഇനിയിപ്പോ നമുക്ക് ആർക്കെങ്കിലും വിൽക്കാനാണെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് ആദ്യം സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് ഗ്രീൻ കളറിന്റെ ഒരു ഷെയർ നൗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതുമേ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഇമേജ് ഡിസ്ക്രിപ്ഷൻ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇമേജും ഡീറ്റെയിൽസ് മാത്രം ചെല്ലുള്ളൂ, അതിന്റെ പ്രൈസ് എത്രയാന്നുള്ളത് അവർക്ക് ചെല്ലില്ല കേട്ടോ. അപ്പൊ നമ്മൾ അവരുടെ ഇഷ്ടമുള്ള അനുസരിച്ചുള്ള സൈസൊക്കെ സെലക്ട് ചെയ്യുക ആൻഡ് ദെൻ അവർക്കാണ് നിങ്ങൾ വിൽക്കണമെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്താൽ മതി. നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ ഓൺലൈൻ പേയ്മെന്റ് അല്ലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി തന്നെ കൊടുത്തോളൂ കേട്ടോ. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഇനി മാർജിൻ സെറ്റ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇതിനകത്ത് 369 റുപ്പീസിന്റെ ഒരു കുർത്തയാണ് ഞാൻ കാണിക്കണമെങ്കിൽ അതിനകത്ത് ഞാൻ ഒരു 100 രൂപ ആഡ് ചെയ്യാനായിട്ട് 469 ആണ് ഞാൻ ടോട്ടൽ എഴുതുക. അപ്പൊ 100 രൂപ കറക്റ്റ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ തന്നെ ഡയറക്റ്റ് ചെല്ലൂ കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ നിങ്ങൾ മാർജിൻ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് സെയിം അതേ പ്രൈസ് 369 എക്സാമ്പിളിൽ പറയാട്ടെ 369 തന്നെ ആദ്യം ഇടുക ആൻഡ് ദെൻ നിങ്ങൾ പ്രൊസീഡ് ചെയ്യാം. ഇവിടെ വന്നിട്ടൊന്നും ചെയ്യണില്ലല്ലോ, പിന്നെ എന്തിനാ ഞാൻ തനിക്ക് കാശ് തരുന്നേ? ഓക്കെ, അപ്പൊ മീഷോന്റെ ആപ്പ് നിങ്ങളുടെ കയ്യിലേക്ക് ഡൗൺലോഡ് ചെയ്തോളൂ കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ലിങ്ക് വെച്ചിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഓർഡറിൽ നിങ്ങൾക്ക് 100 rupees ഓഫ് അല്ലെങ്കിൽ 20% ഓഫ് കിട്ടും. ഇതായിട്ട് വീഡിയോ. അപ്പൊ വീഡിയോയിൽ കാണിച്ചേക്കണം എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കമന്റ്സിൽ പറയാ. പിന്നെ വീഡിയോ എങ്ങനെ ഉണ്ടാവുന്നത് പറയാ. നെക്സ്റ്റ് ഏത് വീഡിയോ ചെയ്യണം അതും പറയാം. വീഡിയോ ഇവിടെ വരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഗൈസ് പ്ലീസ് ലൈക്ക് കൊടുക്കണേ. ഈ ഹോൾ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ പറയണ്ട എന്നെ കഷ്ടപ്പാടെന്താന്നുള്ളത്. സോ പ്ലീസ് ഒരു ലൈക്ക് കൊടുത്തേക്കണം, അപ്പൊ നല്ല മോട്ടിവേഷൻ കിട്ടും. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഗൈസ് പ്ലീസ് വേഗം സബ്സ്ക്രൈബ് ചെയ്യാം. ഒരു സെക്കൻഡ് എടുക്കുള്ളൂ ആൻഡ് ഫ്രീ ആണ്. പിന്നെ ഈ വീഡിയോ പോയിട്ട് ആർക്കൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നു അവർക്കൊക്കെ പോയിട്ട് മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോണ പേരാണ് റനിയ. താങ്ക് യു സോ മച്ച് റനിയ ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇതുപോലെ നിങ്ങൾ ഒരു സബ്സ്ക്രൈബറുടെ പേര് എന്നെ വരാൻ വീഡിയോ ഞാൻ ഫ്ലാഷ് ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ട വേഗം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെപ്പോട്ട് കമന്റ് ചെയ്യുക. മേഘ ഒരു പർപ്പിൾ ഹാർട്ട് കൊടുക്കുക, ഡാഷ് ഇടുക, എന്നിട്ട് നിങ്ങളുടെ ഫുൾ നെയിം എഴുതുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമുക്ക് കാണാം. ചിൽഡ്രൻ ടേക്ക് കെയർ ആൻഡ് ഓൾവേസ് റിമെമ്പർ ദാറ്റ് വി പർപ്പിൾ യു ഓൾ. ബൈ ബൈ.